കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ആദ്യനായ കർത്താവിൻ്റെ വിലപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസൻ, അതുപോലെ കുടുംബം, മറ്റു എല്ലാ ദൈവവിശ്വാസികൾക്കും, അതിനോടൊപ്പം തന്നെ സൂമിലൂടെയൊക്കെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വളരെ ചുരുങ്ങിയ പേരുള്ളതായ ഒരു ആരാധനയാണ്. എങ്കിലും നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തോട് യാചന കൽപ്പിക്കുന്നതുമായ പല വിഷയങ്ങൾക്കും കർത്താവ് ഈ ദിവസങ്ങൾ മറുപടി നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ധ്യാനിച്ചു വന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ ദൈവദാസൻ പറഞ്ഞ ഭാഗം എന്തായിരുന്നു? അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെ പോലെയുള്ള പഴയ നിയമ ഭക്തന്മാർ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നമ്മൾ സഫലീകരിക്കപ്പെടുന്നു. അതാണ് ദൈവദാസൻ പറഞ്ഞത്. ഞാൻ എന്താണ് ദൈവവചനം പറയുവാനിടയായി തീർന്നത്? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? ആ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി നമ്മുടെ അധരങ്ങൾ എന്ത് ചെയ്യണം? തുറക്കണം ദൈവസന്നിധി. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയുവാനിടയായി തീർന്നു. നാം ദൈവസന്നിധിയിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഭാഗം അനുസരിച്ചാണല്ലോ പറയുവാനിടയായി തീർന്നത്. വിശ്വാസത്തിൻ്റെ കൽപ്പിതമായ അനുഭവങ്ങൾ കേൾക്കുക മാത്രമല്ല, അത് അനുഭവിക്കുക മാത്രമല്ല, അനുസരിക്കുക മാത്രമല്ല, അതിനോടൊപ്പം അത് നിലനിൽക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയോളം നമ്മൾ എന്ത് ചെയ്യണം? വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ച പറയുവാനിടയായി തീർന്നു. ഒരു കാര്യം ഓർക്കണം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ട്രാക്കിലെത്തുവാനിടയായി തീരും. ആ ട്രാക്കിലെത്തിക്കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടുന്നുള്ള സകല പദ്ധതിയിലുള്ള, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള സകല നന്മകളും നാം കൃത്യമായി അനുഭവിച്ചു തുടങ്ങുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ ട്രാക്കിൽ വരുന്നൊരു വ്യക്തിയാണ് ദൈവത്തിന് എന്ത് ചെയ്യണം? നന്മകൾ പ്രാപിക്കുന്നതും ദൈവത്തിന് വിടുതൽ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അസാധ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യും? സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പുതിയ സാക്ഷ്യമൊക്കെ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, അസാധ്യമായ ചില മേഖലകൾ എന്ത് ചെയ്യും? സാധ്യമാക്കി തരും. കഴിഞ്ഞ ഏറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ദൈവദാസൻ്റെ ഒരു ഭവനത്തിന് വേണ്ടി ദൈവ ദിവസങ്ങളിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ ദൈവം ഇടയായി. ഇനിയും കാര്യങ്ങളുണ്ട് കൃത്യമായി ദൈവം ചെയ്യുവാനിടയായി. അത് മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നതായ ഹല്ലേലൂയ സ്തോത്രം ആ അനുഭവത്തെ പോലും ഒരു അപ്രത്യക്ഷമാകുന്ന രീതിയിൽ നമ്മളൊക്കെ ഹല്ലേലൂയ പല സാക്ഷ്യങ്ങൾ കേൾക്കുക മാത്രമായിരുന്നു. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയും സഭ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വന്നപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ മർക്കോസിൻ്റെ മാളികം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവസഭ ദൈവത്തിൻ്റെ ട്രാക്കിലെത്തിയപ്പോൾ അവർ തൊടുന്നതും അവർ അനുഭവിക്കുന്നതും അവർ നടക്കുന്നത് പോലും അത്ഭുതമായി തീരുവാനിടയായി തീർന്നു. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ ദൈവസഭ ആ ആത്മീക ട്രാക്കിലെത്തുവാൻ തയ്യാറാണെങ്കിൽ, നാം വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീക ട്രാക്കിൽ നാം എത്തുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നാം അതിലേക്ക് വേണ്ടി ചില കാലെടുത്ത് വയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പിന്നെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി വെളിപ്പെടുവാനിടയായി തീരും. ഒരുപക്ഷെ തിന്മകൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിശ്ചയമായിട്ടും അതൊക്കെ നന്മയായി വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട സങ്കീർത്തന വേദഭാഗവും അതുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതിൽ ഹല്ലേലൂയ സ്തോത്രം 3 വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വാക്യവും അതുപോലെ തന്നെ 6ഉം 7ഉമുള്ള ഭാഗവും നമുക്ക് വേദഭാഗം വായിക്കാം. ഒന്നാമത്തെ വാക്യവും 6ഉം 7ഉം. അവൻ നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ഈ നാളുകളിൽ നമ്മൾ പ്രാരംഭമായി നമുക്കറിയാമല്ലോ, ദൈവസഭ കുറച്ച് ദിവസങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിൽ കുറച്ച് ദിവസങ്ങളായി വചനത്തിൻ്റെ പ്രസക്തി ആഴമായി ദൈവദാസനിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. ദൈവവചനം നമ്മൾ അനുസരിക്കേണ്ട പ്രാതിനിധ്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ലേഖനങ്ങളിൽ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ബേസ് ചെയ്ത്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ലേഖനങ്ങളിലൂടെ, പല വാക്യങ്ങളിലൂടെ, അല്ലെങ്കിൽ സ്തോത്രം യോഹന്നാൻ്റെ ലേഖനങ്ങളിലൂടെയും പത്രോസിൻ്റെ ലേഖനങ്ങളിലൂടെയും യാക്കോബിൻ്റെ ലേഖനങ്ങളിലൂടെയും അതുപോലെ എഫെസ് ലേഖനമൊക്കെ നമ്മൾ ആഴമായി പഠിക്കുവാനിടയിൽ. ഇതൊക്കെ ബേസ് ചെയ്യുന്നൊരു കാര്യം, ക്രിസ്തുവിൽ നാം എന്ത് ചെയ്യണം? വിശ്വസ്തയോടെ
നാം ജീവിക്കുവാൻ നാം തയ്യാറാകണം. നാം ആയിരിക്കുന്ന സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ ആഗ്രഹിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവൻ നയിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് കഷ്ടതയില്ല എന്ന് ആരും പറയരുത്. കഷ്ടതകൾ ഉണ്ടായിരുന്നാലും അതിൽ പുറത്തു വരാനുള്ള ദൈവത്തിൻ്റെ കൃപയും കൂടെ കർത്താവ് നമുക്ക് നൽകുവാനിടയിൽ. ചില കഷ്ടതകൾ പ്രാർത്ഥിച്ചിട്ടും മാറിയില്ല എങ്കിൽ ഓർക്കണം, പിന്നെയും നിങ്ങളെ പണിയുന്ന അനുഭവങ്ങളായിരിക്കാം. പ്രീസല കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് നമുക്കറിയാം, അതിൻ്റെ ചൂളയിൽ വയ്ക്കുന്നത് വരെ കുശവൻ പിന്നെയും പണിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്നറിയാമോ, ഒന്ന് കഴിയുമ്പോൾ ഒരു വേദന, അത് കഴിയുമ്പോൾ പിന്നെയും വേദന ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, പണിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഓർക്കണം, ദൈവത്തിൻ്റെ പണിപ്പുരയിലാണ് നാമെങ്കിൽ കർത്താവെ ആ കാരണം നമുക്ക് കണ്ടുപിടിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പണിയപ്പെടേണ്ടത്? എന്താണ് ഞാൻ മാറേണ്ടത്? ഞാനാണോ മാറേണ്ടത്? എൻ്റെ കുടുംബമാണോ മാറേണ്ടത്? എൻ്റെ സാഹചര്യമാണോ മാറേണ്ടത്? എൻ്റെ ബുദ്ധിയാണോ മാറേണ്ടത് എന്ന് നാം വ്യക്തമായി ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും അവിടെ നിൽക്കുവാനല്ല, പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു പുറത്തു വിടണം, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, നമ്മൾ വേണമെങ്കിൽ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന് എനിക്കത് മതി കർത്താവേ എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും നിങ്ങളെ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ഒരു പാപിയായിട്ട് ചിത്രീകരിക്കത്തില്ല. നമ്മൾ അനുഭവിച്ച കഷ്ടതയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗീയമായ അനുഭവത്തിൽ എത്താൻ സാധിക്കും. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ കാരണം തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമിയെ നിങ്ങൾ എന്ത് ചെയ്യണം? വാഴണം. ഈ ലോകത്തുള്ള സകലത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വാഴണം. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് പകൽക്കാലം ഓർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മൾ വാഴേണ്ടതിന് പകരം നമ്മെ വാഴുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാം കണ്ടുപിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം വാഴേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ നാം എന്ത് ചെയ്യണം? നമ്മളിൽ ഒരു കർത്തൃത്വം ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വാഴണം. സ്വന്തം ശരീരത്തെയും സ്വന്തം ബുദ്ധിമണ്ഡലങ്ങളെയും സ്വന്തം ജീവിത മണ്ഡലങ്ങളെയും ക്രമീകരിക്കപ്പെടാൻ കഴിയാതെ അനന്തരമായ നിലവാരത്തിൽ പോകുന്നെങ്കിൽ നാം ഓർക്കണം, നമ്മൾ തന്നെ കർത്തൃത്വം നടത്തണം ക്രിസ്തുവിൻ്റെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? വാഴണം. അതുപോലെ രോഗം എന്ത് ചെയ്യണില്ല, നമ്മെ വാഴരുത്, നാം എന്ത് ചെയ്യണം? അവനിൽ വാഴണം. സ്തോത്രം, ഹല്ലേലൂയ. അതിൽ നിന്ന് ചെയ്യണം, പുറത്തു വരണം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദൈവസഭയിൽ പറഞ്ഞ അനേകം വാഗ്ദത്തങ്ങൾ നമ്മളറിയാം. ദൈവം പറഞ്ഞ വേദഭാഗം, അബ്രഹാം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനാണ്. പക്ഷേ ആ നന്മകൾ ദൈവവിശ്വാസികളെ നമ്മൾ വിശ്വാസത്തെ എന്ത് ചെയ്യണം? അത് പ്രാപിക്കുക ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നവർക്ക് സ്തോത്രം. പ്രത്യേകിച്ച് മിനർവയുടെ ഹല്ലേലൂയ സ്തോത്രം കയ്യിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഹല്ലേലൂയ സ്തോത്രം 2022 ഓഗസ്റ്റ് മാസം ഹല്ലേലൂയ മാർത്താണ്ഡത്തുള്ള ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ഡോക്ടർ അതിനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ടും പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താലും എല്ല് വളർച്ചയായത് കാരണം പിന്നെയും വളരുവാനിടയായി തീരും. നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ പലരും കണ്ടിട്ടുള്ളതാണ്. ആ എല്ല് വളരെ പൊങ്ങി ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ജോലി പോലും ചെയ്യുവാൻ കഴിയാതെ വളരെ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നാം പ്രാർത്ഥിച്ചു, ദൈവസഭ പ്രാർത്ഥിക്കുകയും നമ്മൾ ആ ട്രാക്കിലൊക്കെ എത്തിയപ്പോൾ അനേകം പേരുടെ പ്രാർത്ഥനയും അനേകം പേരുടെ കണ്ണുനീരും അനേകം പേരുടേതായ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവസഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച തെളിവാണ് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ രാവിലെ ജോലിക്ക് പോയി തിരിഞ്ഞു ഭവനത്തിലേക്ക് വന്നപ്പോൾ കൈ നോക്കിയപ്പോൾ മുഴയില്ല. ഹല്ലേലൂയ. ഒരു മസിൽ ഉയർന്ന ഭാഗമല്ല ഞാൻ പറഞ്ഞത്, എല്ലൊരു വല്ലാത്ത വിധത്തിൽ ഉയർന്നിരുന്നതായി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും അതിനകത്ത് പിന്നെയും വളരുമെന്ന് പറഞ്ഞ സാഹചര്യങ്ങളുടെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അത് പൂർണ്ണമായി മാറിയെങ്കിൽ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗത്തുവാൻ തന്നെ ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മൾ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അത് മാത്രമല്ല, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർക്കണം, ഒന്ന്, ദൈവത്തിൻ്റെ ദയ നമ്മളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നാലേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. ഈ അനുഗ്രഹം എന്ന വിഷയത്തെപ്പറ്റി ആഴമായി പഠിക്കുമ്പോൾ ഇതിൽ വളരെ അല്ലെങ്കിൽ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ്. ഞാൻ പല ദിവസങ്ങൾ പറഞ്ഞിട്ടുള്ള അനുഗ്രഹിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുമ്പോൾ കഷ്ടത എങ്ങനെ അനുഗ്രഹമാകുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ചില കഷ്ടതകൾ അത് അനുഗ്രഹത്തിന് കാരണം തന്നെയാണ്. ചില കഷ്ടതകൾ, ചില തോൽവികൾ, ചില പരാജയങ്ങൾ, അതൊക്കെ നന്മയ്ക്കാണ്.
ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ്. ഞാൻ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ കൊറോണ സമയത്ത് വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കുവൈറ്റിലേക്ക് എൻ്റെ വൈഫിന് കടന്നു വന്നത്. അവിടെ പോയി ചെന്ന് ഇൻ്റർവ്യൂ നടത്തി, ഒത്തിരി പൈസ പിന്നെയും പോയി. അല്ലെങ്കിൽ സ്തോത്രം ആ കഷ്ടതയുടെ മേൽ കഷ്ടതയായപ്പോൾ നമ്മൾ പോലും ചിന്തിച്ചു പോയി, കർത്താവേ ഇതിനകത്ത് എന്താ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള. പലപ്പോഴും ചിന്തിച്ചു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവം ഒരു പദ്ധതി യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരുക്കി വെച്ച് കുടുംബമായി വന്ന് രാപ്പാർക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവസഭയോടുള്ള ബന്ധത്തിൽ പോലും ഒരു പദ്ധതി കർത്താവ് ഇട്ടിട്ടാണ് ആ കഷ്ടത വരുത്തിയെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലല്ലാത്ത വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുവെങ്കിൽ നമ്മൾ നിശ്ചയം അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ദയ നമ്മളിന്മേൽ വെളിപ്പെടുമാറാകട്ടെ. അങ്ങനെ വെളിപ്പെട്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വെളിപ്പെടും. രണ്ടാമത്തെ ഭാഗം പറയുന്നു ദൈവത്തിൻ്റെ മുഖം നമ്മൾ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ പ്രകാശിക്കണം. എങ്ങനെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ മുഖമായി വെളിപ്പെടണം. നമ്മളെ കാണുന്നവർ ദൈവത്തിൻ്റെ മുഖം കാണണം. ഒരിക്കൽ അല്ലയോ സ്തോത്രം, റെയ്നാഡ് ബോങ്കെ ഒരു ഗിത്താർ മേടിക്കാൻ വേണ്ടി ഒരു ഗിത്താർ സാധാ മനുഷ്യൻ്റെ മുൻപിൽ ഒരു അല്ലയോ സ്തോത്രം അവിടെ പോയപ്പോൾ അദ്ദേഹം ഒരു സാധാരണ വിശ്വാസിയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആ റെയ്നാഡ് ബോങ്കയോട് പറഞ്ഞൊരു കാര്യം തൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. ഐ ക്യാൻ സീ ഇൻ യുവർ ഐസ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ നിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ യേശുവിനെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നുവെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൈവസഭ ഇന്നു മുതൽ തീരുമാനമെടുക്കും, കർത്താവേ എന്നെ കാണുന്നവർ എൻ്റെ ദൈവത്തെ കാണണം, എൻ്റെ ശരീരത്തെ കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണണം, ഞാൻ പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അത് എന്ത് ചെയ്യണം? പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ സ്തോത്രം ആദിമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെട്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം സൈലന്റ് ആക്കി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആദിമ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നമ്മൾ വിഷയം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അതിന് വേണമെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഗൗരവമായൊരു കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് സഭയെ ആഗതമായപ്പോൾ, സഭ സ്ഥാപിതമായപ്പോൾ, അപ്പോസ്തലന്മാർ പുറത്തു പോകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുവാനിടയായി തീർന്നു. അവർ പോകുന്ന ദൈവജനം എന്താ പറയുന്നത്? പത്രോസിൻ്റെ നിഴൽ തട്ടിപ്പോലും സൗഖ്യം വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീർന്നു. ഒരു കാര്യം ഓർക്കണം, നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ അവയവങ്ങളിലൂടെ, നമ്മുടെ ശരീരങ്ങളിലൂടെ, നമ്മുടെ നിഴൽ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ആ വാക്യം ഒന്നും രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒന്നാമത്തെ വാക്യം അപ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെതായ ദയ, ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വെളിപ്പെട്ടാൽ, നമ്മുടെ ശരീരത്തിന്മേൽ വെളിപ്പെട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മളിൽ വെളിപ്പെടുവാനിടയായി തീരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരമായി കർത്താവ് നമ്മളിലൂടെ ചിലത് ചെയ്തെടുക്കുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം ജാതികൾ, ദൈവത്തെ അറിയാത്തവർ ദേശത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടുന്നത്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ദൈവനാമഹത്വത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം എന്ത് ചെയ്യും? അവസരങ്ങളെ നൽകും. ഒരു കാര്യം ഓർക്കണം, അത് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദയ നമ്മളിൽ അനുഗ്രഹമായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മുടെ ശരീരത്തിന്മേൽ വെളിപ്പെട്ടാൽ അത് അധികാരമുള്ളതായി തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്ലെങ്കിൽ സ്തോത്രം അർഹിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് പ്രശംസിക്കുവാനോ അതിനകത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ ദയ നമ്മുടെ ശരീരത്തിന് ഇറങ്ങിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതായി തീരും.
നമ്മൾ വായി തുറക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വെളിപ്പെടുന്ന, അതിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൾ വളരെ ശക്തിയുള്ളതായി തീരും. നമ്മൾ അങ്ങനെയാണ് പുതിയ നിയമം സഭ സ്ഥാപിതമായ ഹല്ലേലൂയ സ്തോത്രം മർക്കോസിൻ്റെ മാളികമുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയ ശേഷം അപ്പോസ്തലന്മാർ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ നീങ്ങിപ്പോയി. അങ്ങനെയാണ് സഭ വർദ്ധിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ ശരീരത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മുടെ നാവിൽ എന്ത് ചെയ്യും? അധികാരമുള്ളതായി തീരും. എങ്ങനെയൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച വേദഭാഗം ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദസ്യയുടെ പുസ്തകം 18-20-21 വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാവിനെ പറ്റി പറയുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും വളരെ അധികാരമുള്ളതായി തീരും. വായിച്ചാട്ടെ. മരണം ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മതി. ഇവിടെ പറയുന്ന ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ജീവനും മരണവും നിന്റെ നാവുമിലിരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദയ നമ്മളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞാൽ, ജീവിതത്തെയും ശരീരത്തെയും ജീവിത സാഹചര്യം ദൈവ മുമ്പിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ, ആ ദൈവത്തിൻ്റെ കൃപ നമ്മൾ വെളിപ്പെട്ടാൽ നമ്മുടെ നാവ് പോലും ജീവനും മരണത്തിനും കാരണഹേതുവാകുന്ന രീതിയിൽ അധികാരമുള്ളതായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രം ഒരു വാക്കും കൂടെ വായിക്കാം. അല്ലെങ്കിൽ മത്തായി 21-23 വാക്യം. മത്തായി സുവിശേഷം 21-23 വാക്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയ നമ്മൾ വെളിപ്പെടുകയോ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്. മത്തായി 21-23 വാക്യം. യേശു കർത്താവ് ദേവാലയത്തിൽ പോയി ചെന്ന് അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. ഓർക്കണം, ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം സാധാരണ രീതിയിൽ അല്ലെങ്കിൽ സ്തോത്രം യഹൂദന്മാരുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രമാണിമാർ ചോദിക്കുക, നീ എന്ത് അധികാരത്തിൽ എന്ത് ചെയ്യുന്നു? എന്തധികാരം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പ്രമാണിമാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ പരീശന്മാരിൽ നിന്നോ തൻ്റെ പഠനത്തൊന്നും കിട്ടിയ അധികാരമല്ല, തൻ്റെ മേൽ ആവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനം അങ്ങനെ തന്നെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും. മത്തായി 28-18 വായിക്കണ്ട, 19 പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പത്തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. അടുത്ത വാക്യം, ഞാനോ ലോക അവസാനത്തോളം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം പ്രാപിച്ചവരാണ് നമ്മൾ. ഇവിടെ പറയുന്ന ഒരു ഭാഗം, ദൈവത്തിന്റെ മുഖം നമ്മളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ചാൽ, അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങിയാൽ, നാം ആ ട്രാക്കിൽ എത്തി തുടങ്ങിയാൽ, പിന്നെ ജീവിതത്തിൽ നടക്കുന്ന സകലതും അത്ഭുതങ്ങളായിരിക്കും. മറ്റുള്ളവർക്ക് അത്ഭുതമായിരിക്കും, പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയായിരിക്കും. പ്രൈസ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ മുഖം എന്നിൽ പ്രകാശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകേണ്ട സകല നന്മയും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും നമ്മെപ്പോലെ ശ്രേഷ്ഠന്മാർ, നമ്മേക്കാളും ഒരു പക്ഷേ ശ്രേഷ്ഠന്മാർ, ഒത്തിരി നന്മകളൊക്കെയുള്ളവർ പലരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതെ. ഞാൻ RCCയിൽ അതിന് സമയത്ത് എനിക്കറിയാം, അല്ലെങ്കിൽ പലരും പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ജീവന് വേണ്ടിയല്ല അവർ പറയുന്നത്, ആരെങ്കിലും പ്രാർത്ഥിക്കാതെ പോകും പറയും, നിങ്ങൾ ആരും എൻ്റെ മകന് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി ജീവന് വേണ്ടി എന്ത് ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അവരുടെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ആ മകനും മകളും അനുഭവിക്കുന്ന കഷ്ടത, വേദന കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തിയെങ്കിൽ ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയയും വിശ്വസ്തയും മനസ്സിലാക്കി ദൈവം എന്തിനാണ് ഈ ആരോഗ്യത്തോടെ നിർത്തിയെന്ന് നാം മനസ്സിലാക്കണം. നാം കഷ്ടതയിലാണെങ്കിൽ ആ കഷ്ടതയ്ക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് എന്നോട് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തോട് പറയണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നിക്കി എന്ന് പറഞ്ഞ ദൈവദാസൻ സ്വന്തം തൻ്റെ 19ാമത്തെ വയസ്സ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം തന്നോട് പറഞ്ഞൊരു കാര്യം, 2 കൈയും 2 കാലുമില്ല, പക്ഷേ ദൈവം പറഞ്ഞൊരു കാര്യം, നിൻ്റെ അഭാവങ്ങളെ ഞാൻ ഒരിക്കലും അതിനെ മാറ്റത്തില്ല, പക്ഷെ ഞാൻ നിന്നോട് കൂടെയുണ്ട്.
നിന്റെ ഈ ചെറിയ കുഞ്ഞു കരങ്ങളിൽ, ഇല്ലാത്ത കരങ്ങളിൽ ഞാൻ നിന്നെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഉള്ളങ്കരത്തിൽ വരച്ചിരിക്കുന്നു. ഈ വചനം പറഞ്ഞു ഉറപ്പിച്ച നിക്കി എന്നവർ ദൈവദാസനെ അന്ന് മുതൽ മരിക്കാൻ ആഗ്രഹിച്ച പല മണ്ഡലങ്ങളുടെ അനുഭവങ്ങളെ മാറി, തൻ്റെ മൈൻഡ് മാറി, തൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ മാറി, അന്ന് വരെ ഇല്ലാത്തൊരു പ്രത്യാശ, പ്രതീക്ഷ, വിശ്വാസം ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, നമ്മുടെ കുറവുകൾ നിൽക്കുമ്പോൾ തന്നെ, നമ്മുടെ കഷ്ടതകൾ നിൽക്കുമ്പോൾ തന്നെ, ബുദ്ധിമുട്ടുകൾ നിൽക്കുമ്പോൾ തന്നെ അവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പൽക്കാലം പറയണം, കർത്താവേ, എൻ്റെ ദൈവം എന്നെ ജീവനോട് നിർത്തി, എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യം തന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് കണ്ണാടിയിൽ പോകുമ്പോൾ പലപ്പോഴും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കോമ്പ് ചെയ്തു, പിന്നെയും കോമ്പ് ചെയ്തു, പിന്നെയും കോമ്പ് ചെയ്തു, ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പുട്ടിയിട്ടു, പിന്നെയും പുട്ടിയിട്ടു, പിന്നെയും ശരിയാകുന്നില്ല, പുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ കണ്ണാടി നോക്കിയിട്ട് പറയണം, കർത്താവേ, എന്നെ എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കയാൽ അപ്പാ, എനിക്ക് കാണുവാൻ നല്ല കണ്ണ് തന്നേനായി, എനിക്ക് സംസാരിക്കുവാൻ നല്ല നാവ് തന്നേനായി, കർത്താവേ, എനിക്ക് നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, നല്ല ഒരു കുറവുമില്ലാത്ത ആരോഗ്യമുള്ള ശരീരം തന്നേനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവ്, ഓരോ നിമിഷം ദൈവത്തോട് പറയണം, കർത്താവ്, നിന്റെ മുഖം എൻ്റെ ജീവിതത്തിൽ പ്രകാശമായിട്ട് എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രവർത്തിക്കാനുള്ളത്, എന്നെ സമർപ്പിക്കുന്നു എന്ന് ഓരോ നിമിഷം പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുഖം കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രവർത്തിക്കുവാനുള്ളത്, നമ്മുടെ വാ കൊണ്ട് എന്താണ് ദൈവത്തിന് പ്രസാദിക്കുവാനുള്ളത്, എന്താണ് പ്രവർത്തിക്കുവാനുള്ളത്, നമ്മുടെ ആരോഗ്യം കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രവർത്തിക്കുവാനുള്ളത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രകാശിതമാകണമേ. അങ്ങനെ സമർപ്പിക്കുന്ന ദൈവഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ കാലം ഞാൻ പറയുന്നു, നമ്മുടെ ദൈവസഭ അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആത്മീക ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കും, ഇനി നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളായിരിക്കും. നമ്മുടെ ഇതിനേക്കാളും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ഓരോ ആഴ്ചകളും അത്ഭുതങ്ങൾ പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുമെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, ഒരു വശത്ത് പിശാചവൻ പല തന്ത്രങ്ങളെ വെച്ച് കുടുംബങ്ങളെ തകർക്കുവാൻ, കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, ആരോഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ, രോഗക്കിടക്കയിലാക്കുവാൻ ശത്രു ചില പദ്ധതി കെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്നാണെന്നറിയാമോ? അങ്ങനെ നീ ഒതുങ്ങുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ശരീരം കൊണ്ട് വെളിപ്പെടുക സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയണം, കർത്താവേ, ഓരോ നിമിഷം ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് ഞാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര ചിരിച്ചു നിന്നാലും, ഹല്ലേലൂയ, ഞാൻ ആ ഭയത്തോടെ ആ വാക്ക് പറയുന്നു, ഒരു ബയോപ്സി ടെസ്റ്റ് മതി നമ്മുടെ ചിരി കറക്കുവാൻ. പിശാചിൻ്റെ പല പദ്ധതികൾ നമ്മുടെ മേലും, നമ്മുടെ തലമുറകളുടെ, നമ്മുടെ ശരീരങ്ങളുടെ മേലും, കുടുംബങ്ങളുടെ മേലും ആവസിപ്പിച്ചിട്ട് ശരീരത്തെ ഒതുക്കിക്കളയുവാൻ, രോഗക്കിടക്കയിലാക്കുവാൻ, കുടുംബങ്ങളെ അസമാധാനത്തിലയക്കുവാൻ, കുടുംബത്തിനകത്ത് എന്നും അസമാധാനം വരുത്തി നിങ്ങളുടെ സന്തോഷങ്ങളെ, കെടുതികളെ, കുടുംബ സന്തോഷങ്ങളെ തകർത്ത് കളയുവാൻ ചില ശത്രുവിൻ്റെ ചില പദ്ധതികളും പ്ലാനുകളും ഉള്ളപ്പോൾ തന്നെ അതൊന്നും പുറത്തു വരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ മുഖം എന്നിൽ പ്രകാശമാക്കുവാൻ എന്നെ സമർപ്പിക്കുക എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ വരുന്ന സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ ശരീരത്തെ കൊണ്ട് ദൈവത്തിന് പ്രസാദിപ്പിക്കുവാൻ എന്തായാലും എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. അരുതാത്ത നമ്മുടെ വായിൽ വരരുത്, അരുതാത്ത നമ്മുടെ കണ്ണുകളിലൂടെ ഓടരുത്, അരുതാത്ത നമ്മുടെ ജീവിതത്തിന്മേൽ ഓടരുത്, അരുതാത്ത നമ്മുടെ മനസാക്ഷിയിൽ ഓടരുത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വം എന്നെ വെളിപ്പെടണം. കർത്താവേ, എത്ര പേർക്ക് ആരോഗ്യമില്ല, എത്ര പേർക്ക് എഴുന്നേറ്റെടുക്കാൻ കഴിയുന്നില്ല, പക്ഷേ ദൈവം എന്നെ ആരോഗ്യത്തെ നിർത്തിയെങ്കിൽ അങ്ങയുടെ മഹത്വം എന്നെ വെളിപ്പെടണം. എൻ്റെ കണ്ണിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം, എൻ്റെ വായിലൂടെ അത്ഭുതങ്ങൾ കാണണം, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലൂടെ ദൈവമഹത്വം വെളിപ്പെടണം. അതിന് തടസ്സമായി എൻ്റെ മൈൻഡോ, അതിന് തടസ്സമായി നമ്മുടെ ചിന്തകളോ, നമ്മുടെ ജീവിതമുണ്ടെങ്കിൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങണം. കർത്താവേ, ഞങ്ങളുടെ മനുഷ്യ ബലം കൊണ്ട് കഴിയത്തില്ല, ദൈവത്തിൻ്റെ ബലം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങണം. കർത്താവേ, ജീവിതത്തിൽ സംഭവിച്ച പല തോൽവികളുണ്ടായിരിക്കാം, പലവിധമാകുന്ന നെഗറ്റീവ് തിങ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി കർത്താവേ, എന്നെ ഞാൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഒരു നിമിഷം കണ്ണുകളും മൂടാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളുടെ മേൽ
ദൈവസഭയായിരിക്കുന്നവരോട് മാത്രമല്ല, സൂമിലൂടെയും വിവിധമായ മാധ്യമങ്ങളിലൂടെയും കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോടാ പറയുന്നേ. നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, നിങ്ങളോടാ ദൈവത്തിൻ്റെ ആലോചന പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശരീരത്തിൻ കൊണ്ട് ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുവാൻ തടസ്സമായി, ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ പ്രകാശമേറിയ മുഖം നിങ്ങളുടെ ശരീരങ്ങളുടെ വെളിപ്പെടുവാൻ തടസ്സമായി, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച പല സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട് നാളുകളായി, കുടുംബമായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് നാളുകളായിരിക്കാം, ദൈവസേനയെ ഒന്ന് ആഘോഷിച്ചിട്ട് സന്തോഷിച്ചിട്ട് മനസ്സ് തുറന്ന് സ്തുതിച്ചിട്ട് മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് നാളുകളായിരിക്കാം. എന്നാൽ താങ്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങിയാൽ, ഈ മുഖപ്രകാശ രക്ഷ നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരും. നമുക്കൊന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് അങ്ങനെയല്ലേ പറഞ്ഞത്, നിന്റെ വായിൽ ജീവനും മരണം ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം തുറന്നു പറ, കർത്താവേ എൻ്റെ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഡോക്ടർമാർ പറയുന്നു ആ രോഗം നിന്നെ വിട്ടു മാറത്തില്ല, അത് ജീവിത ശൈലിയാണെന്ന് പറയുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ ആ രോഗത്തിൻ്റെ സകല ശക്തിയെയും കെടുതികളെയും തകർക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നാളുകളായി ശരീരത്തെ കെടുത്തിക്കൊണ്ടുണ്ട്, ശരീരത്തെ വേദന ഇട്ടുകൊണ്ട്, വിവിധമായ രോഗങ്ങൾ ഇട്ടുകൊണ്ട് പോരാടുന്ന ചില അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ പ്രഭാവം ഇറങ്ങട്ടെ. കുടുംബങ്ങൾ സമാധാനമില്ലാതെ, തലമുറകൾ ദൈവ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന, തലമുറകൾ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കളയുന്ന, തലമുറകളിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാതെ അല്ലെ ചില പദ്ധതിയുടെ ശത്രുവിൻ്റെ പദ്ധതികളെ, അതിൻ്റെ അടിവേരുകളെ തകർത്ത് യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭ പുറത്തു വരട്ടെ. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസും ശീലാസിൻ്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ്റെ പുറമേയുള്ള വാതിലുകളെയോ അല്ലെങ്കിൽ ചങ്ങലകളെ മാത്രമല്ല പൊട്ടിച്ചത്, അവനെ ബന്ധിച്ചു വച്ചിരുന്ന ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം വരെ കുരുങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ, ദൈവത്തിൻ്റെ മുഖം താങ്കളുടെ വെളിപ്പെട്ട് തുടങ്ങിയാൽ ഒരു പുറമേയുള്ള വിടുതലല്ല, ആകമേ വേരോടുകൂടെ നിന്റെ സകല നന്മകൾ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ശാപങ്ങളെ, വേരോടുകൂടെയുള്ള ശാപങ്ങളെ ദൈവം അതിനെ പുറത്തു കൊണ്ടുവരുവാനിടയിൽ ഇന്ന് പലർക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ശാപം പോലെ കുടുംബത്തിനകത്ത് സന്തോഷിക്കുവാൻ കഴിയാതെ, സമാധാനത്തോടെ ചിരിക്കുവാൻ കഴിയാതെ ഇന്ന് പകൽക്ക് അനുഭവിക്കുന്ന ചില മണ്ഡലങ്ങൾ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സഭ ഒന്നടങ്കം ഒരു നിമിഷം ദൈവസേനയെ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ശരീരങ്ങളുടെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഷുഗറുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, കൊളസ്ട്രോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശരീരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. തലമുറകളെ കാണാതിരിപ്പാൻ തക്കവണ്ണം, തലമുറകളെ ഭാഗങ്ങളെ കെടുത്തി വെച്ചിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന സകല അനുഭവങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നെ വെളിപ്പെട്ടാൽ നിശ്ചയമായി അത് പുറത്തു വരുവാനിടയായി. 2025 എൻ്റെ വർഷം എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, ഞാൻ അഭിമുഖീകരിക്കുന്ന എൻ്റെ വിഷയത്തിനകത്ത് ഈ 2025 കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ്, ഇത് എൻ്റെ വർഷമാണ്, നിന്റെ മുഖപ്രകാശ രക്ഷ എൻ്റെ മേൽ വെളിപ്പെടുന്ന ദിവസം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബങ്ങളുടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ കുടുംബങ്ങൾ, ദൈവ ശരീരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിട്ട നാളുകളായി ശത്രുവിട്ട ചില പദ്ധതികൾ ഒതുക്കി വെച്ചിരുന്ന ചില മേഖലകൾ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി പറയുന്നു, അത്ഭുതങ്ങൾ നടക്കുവാൻ സ്വർഗമിടയായി തരും. ഇന്ന് പകൽക്കാലം അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പുറത്തുപോലും പറയുവാൻ കഴിയാതെ വേദനയോടെ കണ്ണുനീരോട് എന്നും നിരാശയാണപ്പാ, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും നിരാശയാണ് മാത്രമെന്ന് പറയുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മുഖപ്രകാശം വെളിപ്പെടട്ടെ, വിശ്വാസത്തോടെ പുറത്തു വരട്ടെ. എന്ന് ഞാൻ കഷ്ടതയിൽ തന്നെ ഇരിക്കുമെന്ന് പറയരുത്. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, എൻ്റെ കഷ്ടത ഞാൻ പുറത്തു വരും. Come out in the name of Jesus. Come out in the name of Jesus. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഞങ്ങളുടെ സഭയോട് മനസ്സറിയണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ സന്തോഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യങ്ങളുടെ സമയമാണ്.
അല്ലെങ്കിൽ സ്തോത്രം. ദൈവത്തെ പ്രാരംഭമായി കുഞ്ഞുങ്ങൾ സാക്ഷി പറയാം, അത് കഴിഞ്ഞ് മുതിർന്നവർ സാക്ഷി പറയാം. കർത്താവ് സഹായിക്കട്ടെ.